നമ്മൾ കണ്ണൂരുകാരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതിൽ ഏറ്റവും ഫേവറേറ്റ് നോൺ വെജ് ഐറ്റമാണ് കല്ലുമ്മക്കായ് പൊരിച്ചത്. സോ കല്ലുമ്മക്കായ് ആക്ച്വലി എങ്ങനെ ഫ്രൈ ചെയ്യാന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കല്ലുമ്മക്കായ് നമ്മൾ എപ്പോഴും ആ വാട്ടർ കളയാൻ പാടില്ല. അതിൻ്റെ എന്താ പറയുക സ്റ്റോക്ക് എന്ന് പറയും, മനസ്സിലായോ? സോ ആ വാട്ടറാണ് ആ കല്ലുമ്മക്കായ്ക്ക് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. സോ ആദ്യം 2 ടൈംസ് കഴുകണം. സോ നമ്മൾ ഉപ്പിട്ടു, പിന്നെ കുരുമുളക് ഇട്ടു, പിന്നെ കുറച്ച് 2 സ്പൂൺ ചില്ലി പൗഡർ ഇടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മതിയാവും. സോ അതിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോക്കോടെയുള്ള കല്ലുമ്മക്ക എന്ത് ചെയ്യുക, ഈ വാട്ടറിൻ്റെ കൂടെ ഈ ഒരു മസാലയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. എന്നുവെച്ചാൽ ആ മസാല ആ കല്ലുമ്മക്കായിട്ട് നന്നായിട്ട് കുഴക്കണം. ഇതിപ്പോൾ എൻ്റെ വീടാണ്, ഞാൻ കൈ യൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് സ്പൂൺ യൂസ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ കല്ലുമ്മക്കായെല്ലാം നമ്മളിങ്ങനെ കുഴച്ച് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ തന്നെ വേണം, വെജിറ്റബിൾ ഓയിൽ അതൊന്നും പറ്റില്ല. കാരണം വെളിച്ചെണ്ണയാണ് നമ്മൾ കണ്ണൂരുകാരുടെ ഫ്രൈയിങ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. എന്ത് ഫിഷ് ഫ്രൈ എന്ത് ആയിക്കോട്ടെ, വെളിച്ചെണ്ണയാണ് അതിനൊരു ടേസ്റ്റ് നമുക്ക് തരുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ആ കല്ലുമ്മക്കായ എന്ത് ചെയ്യും, വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം പൊട്ടും. ബിക്കോസ് ആ വെള്ളമുള്ളതാണ് ഇത് ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നത്. സോ അതൊന്ന് സിം ചെയ്തിട്ട് കുറച്ചും കൂടി വെള്ളം നമ്മൾ എന്ത് ചെയ്യും, സൈഡിലൂടെ വെച്ച് കൊടുത്താൽ വെള്ളം പൊട്ടിത്തെറിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ആ വാട്ടർ ഉണ്ടല്ലോ, ആ സ്റ്റോക്ക്, ആ മസാലയോട് കൂടിയിട്ടുള്ള സ്റ്റോക്ക് എന്ത് ചെയ്യും, ആ കല്ലുമ്മക്കായിലേക്ക് ഒഴിക്കുന്നു. ആ ഒഴിക്കുമ്പോൾ സ്ലോ കുക്ക് ആദ്യം ചെയ്യുക, പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെയും ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അത് വറ്റി വരും. അപ്പോൾ ആ കാണുന്ന വെള്ളം മൊത്തം എബ്സോർബായിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ അത് ഫ്രൈ ചെയ്യണം. ഇതിപ്പം വാട്ടർ അബ്സോർബായൊരു കണ്ടീഷൻ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് ഒന്നും കൂടി നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ ആ കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറേ എന്താ പറയുക വെളിച്ചെണ്ണ ഇങ്ങനെ വരും. ആ വെളിച്ചെണ്ണയിൽ നിന്ന് എന്ത് ചെയ്യും, ഈ കല്ലുമ്മക്കായ് ഫ്രൈ ആവണം. അതാണ് ഈ കല്ലുമ്മക്കായ് ഡീപ്പ് ഫ്രൈ ചെയ്യണം. സോ ആ സ്ട്രോക്കിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അതിപ്പോൾ എന്ത് ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ ഈ ഒരു ഫ്രൈ മാത്രം മതി, വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക്. ആക്ച്വലി മസാലേൻ്റെ ഒരാവശ്യമില്ല, ഇത് മാത്രം മതി. ആക്ച്വലി നമ്മളെ വീട്ടിൽ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, നെയ്ച്ചോറുണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ട്, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. സോ എൻ്റെ അച്ഛന്